ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 2021 മാർച്ചിൽ നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീ രണ്ടാം ഭാഗം. 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്? താൽപ്പര്യ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡ്രോൺ ഓർ ആക്ടിംഗ് ടുഗെദർ ഇൻ സപ്പോർട്ട് ഓഫ് എ കോമൺ ഇൻട്രസ്റ്റ് ഓർ ടു വോയിസ് എ കോമൺ കൺസേൺ. അതായത് ഒരു പൊതു താല്പര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പൊതുവായ പ്രശ്നത്തിന് വേണ്ടിയോ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് താല്പര്യ സംഘങ്ങൾ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് സീക്ക് ടു ഇൻഫ്ലുവൻസ് ലെജിസ്ലേഷൻ. അതുപോലെ രാഷ്ട്രീയ താല്പര്യ ഗ്രൂപ്പുകളുണ്ട്, അവർ നിയമ നിർമ്മാണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ആക്ച്വലി ദർ ആർ മേജർ ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. പലതരത്തിലുള്ള താല്പര്യ ഗ്രൂപ്പുകളുണ്ട്. അനിമൽ റൈറ്റ്സ് ഗ്രൂപ്പ്സ് സച്ച് ആസ് പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽസ്. ഇതിനെ അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ് എൻവയറമെൻ്റൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് സച്ച് ആസ് ഗ്രീൻ പീസ്, യൂഷ്വലി ഓർഗനൈസ് ആസ് പബ്ലിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ദീസ് ഗ്രൂപ്പ്സ് ക്ലെയിം ടു വർക്ക് നോട്ട് ഫോർ സെൽഫ് ഇൻട്രസ്റ്റ്. ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല ഈ ഗ്രൂപ്പുകൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നത്, ബട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്. പൊതുജനത്തിൻ്റെ താല്പര്യത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് ഔട്ട്സോഴ്സിങ്? പുറം പണിക്കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടുഡേ മോസ്റ്റ് ബിഗ് കമ്പനീസ് ഗീവ് ദെയർ വേരിയസ് ജോബ്സ് ടു സ്മോളർ കമ്പനീസ് ഓൺ കോൺട്രാക്ട് ബേസിസ്. ഇന്ന് മിക്ക വൻകിട കമ്പനികളും തങ്ങളുടെ വിവിധ ജോലികൾ ചെറിയ കമ്പനികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകുന്നു. മൾട്ടിനാഷണൽ കമ്പനീസ് അതാണ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഔട്ട്സോഴ്സിങ്. ഇതിനെയാണ് പുറം കരാർ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ മേഖലകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്ന് പറയുമ്പോൾ അതൊരു സബ് കോൺട്രാക്റ്റ് കൊടുക്കലാണ്. പാർട്സ് ഓഫ് എ കമ്പനീസ് വാല്യൂ ചെയിൻ, ദാറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ ദ ഡിസൈൻ. അപ്പോൾ ഡിസൈൻ പുറം കരാറായിട്ട് ചെയ്യിപ്പിക്കുന്നു, സപ്ലൈ ചിലപ്പോൾ പുറം കരാറായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, ചില സർവീസ് പ്രോസസ്സ്, ഇതൊക്കെ പുറം കരാറായിട്ട് മറ്റു പാർട്ടികളെ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ കമ്പനികളെയും ചില പാർട്സുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. ത്രൂ ഔട്ട്സോഴ്സിംഗ് എഗ്രിമെൻറ്റ് ദ ക്ലയൻറ്റ് കമ്പനി ഹയർസ് സെപ്പറേറ്റ് കമ്പനീസ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഇൻ വാല്യൂ ചെയിൻ ഓൺ ഇറ്റ്സ് ബിഹാഫ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, മാർക്ക് അനുസരിച്ചിട്ട് ഷോർട്ടാക്കി എഴുതിയാൽ മതി. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് IT മാനേജ്മെൻ്റ് ആണ് ഔട്ട്സോഴ്സിങ്ങിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് IT മാനേജ്മെൻറ്റ് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ്, കേറ്ററിംഗ്, മാരേജ് ബ്യൂറോ, ഇതൊക്കെ ഔട്ട്സോഴ്സിങ് സർവീസ് ആണെന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ മാർക്ക് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. വൈ സർട്ടൻ മീഡിയാസ് ആർ റെഫേർഡ് ആസ് മാസ് മീഡിയ? 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ ബഹുജന മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത്? അതായത് മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ഫോംസ് ഇൻക്ലൂഡിങ് ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ഫിലിംസ്, മാഗസിൻ, റേഡിയോ, അഡ്വർടൈസ്മെൻറ്റ്, വീഡിയോ ഗെയിംസ് ആൻഡ് സീരീസ്. ഇതെല്ലാം തന്നെ മാസ് മീഡിയ ആണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, മാസിന് വേണ്ടിയുള്ളതാണ്. ദേ ആർ റെഫേർഡ് ടു ആസ് മാസ് മീഡിയ ബിക്കോസ് ദേ റീച്ച് മാസ് ഓഡിയൻസ്. ഒരു ചെറിയ ഗ്രൂപ്പിലോട്ടൊന്നുമല്ല ഇത് ചെല്ലുന്നത്, വലിയ ആളുകളടങ്ങുന്ന പ്രേക്ഷകരാണ് ഇതിനെ ഈ കൺസ്യൂമേഴ്സ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ടെലിവിഷൻ കാണുന്നതും അല്ലെങ്കിൽ റേഡിയോ കേൾക്കുന്നതും പത്രം വായിക്കുന്നതും ഒക്കെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണ്, ദാറ്റ് ഓഡിയൻസ് കംപ്രൈസ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒത്തിരി ആളുകളുള്ളത് കൊണ്ടാണ് ഇതിനെ മാസ് മീഡിയ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ സംടൈംസ് ഇറ്റ് റെഫേർഡ് ടു ആസ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. കാരണം എന്താണ്? ഇത് വളരെയധികം ആളുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഹാസ് ബിക്കം എ വെരി ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. നമുക്കിത് കൂടാതെ, ഈ മാസ് മീഡിയ കൂടാതെ ജീവിക്കാൻ പോലും, അത് ചിന്തിക്കാൻ പോലും അസാധ്യമായിട്ട് വന്നിരിക്കുന്നു. അത്ര ഇമ്പോർട്ടൻ്റ് ആണിത്.
അപ്പം ഇത്രയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാലോ നമ്മൾ എഴുതേണ്ടത് എത്ര മാത്രമാണെന്ന്. അപ്പോൾ ഇത് തന്നപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ തന്നേ ഉള്ളൂ. ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. എന്താണ് സ്വയം പ്രതിഫലനം, അല്ലെങ്കിൽ വാട്ട് ഈസ് സെൽഫ് റിഫ്ലെക്സിവിറ്റി? ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണത്. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച്? അതായത് സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ ഇതെങ്ങനെ സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ എന്താ നിങ്ങൾ എഴുതേണ്ടത്? സോഷ്യോളജിയെക്കുറിച്ച് തന്നെ പറയാം. ആദ്യം സോഷ്യോളജി ടെല്ലസ് ഹൗ അതേഴ്സ് ആർ ലുക്കിംഗ് അറ്റ് അസ്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് സോഷ്യോളജി പറയുന്നു. ഇറ്റ് ഓൾസോ ടീച്ച് അസ് ടു ലുക്ക് അറ്റ് അവർ സെൽഫ് ഫ്രം ഔട്ട്സൈഡ്. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് നമ്മെ വീക്ഷിക്കുവാനും അത് പഠിപ്പിക്കുന്നു. പുറത്തു നിന്ന് നമ്മെ തന്നെ നോക്കാനും ഇത് പഠിപ്പിക്കുന്നു. ഇതിനെയാണ് നാം സ്വയം റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ സിംപ്ലി റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാൽ? റിഫ്ലെക്സിവിറ്റി ഈസ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് സെൽഫ് അവെയർ. നമുക്ക് തന്നെ ഒരു ബോധം, സ്വയം ബോധവാന്മാരാക്കുന്ന ഒരു പ്രക്രിയയാണ് റിഫ്ലെക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്? റിസർച്ചേഴ്സ് മേക്ക് റെഗുലർ എഫേർട്ട് ടു കൺസിഡർ ദെയർ ഓൺ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഇൻ ലൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അതായത് വ്യത്യസ്ത പശ്ചാത്തലങ്ങളുടെ വെളിച്ചത്തിൽ തങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും എങ്ങനെയെന്ന് വിശകലനം ചെയ്യുവാനായിട്ട് റിസർച്ചേഴ്സ് ശ്രമിക്കുന്നു. അതുമാത്രമല്ല മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുന്നു. ദേ യൂസ് ഡിഫറെൻറ്റ് മെത്തേഡ് ഫോർ ഡിസ്കവറിങ് ഹൗ പീപ്പിൾ ഫീൽ ആൻഡ് തിങ്ക്. മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നു, അവർക്ക് എന്ത് തോന്നുന്നു, ഓർ അറ്റ്ലീസ്റ്റ് ഹൗ ദേ സേ ദേ ഫീൽ ആൻഡ് തിങ്ക്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു അവർക്ക് എന്ത് തോന്നുന്നു എന്ന്, അത് കണ്ടെത്തുന്നു. റിസർച്ചിൻ്റെ ജോലി അതാണ്. അങ്ങനെയാണ് റിസർച്ചേഴ്സ് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നാണ് ഓരോ വസ്തുതകൾ എന്താണ് എന്ന് റിസർച്ചർ ഡാറ്റ ശേഖരിക്കുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് എനി 3 ഹേർഡിൽസ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ദേശീയ ഉത്ഗ്രഥനത്തിൻ്റെ തടസ്സങ്ങൾ ഏതെങ്കിലും 3 പറയുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 തടസ്സങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണലിസം, കാസ്റ്റിസം, റീജിയണലിസം. വർഗീയത, ജാതീയത, പ്രാദേശികവാദം. ഇതാണ് ദേശീയ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ നാഷണൽ ഉത്ഗ്രഥനത്തിൻ്റെ 3 തടസ്സങ്ങൾ. ഇപ്പം നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ എന്തിനാണ് ഉണ്ടാക്കിയത്? അതായത് നമുക്കറിയാം, അത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ഒറിജിനേറ്റഡ് ഇൻ ദ കോൺഫറൻസ് കൺവീൻഡ് ബൈ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇൻ October 1961. The purpose was to address the problem of communalism, casteism and regionalism. അപ്പോൾ ഈ കൗൺസിൽ രൂപീകരിച്ചത് തന്നെ ഈ 3 പ്രശ്നങ്ങളെയും അത് കൈകാര്യം ചെയ്യുവാനാണ്. അത് എഴുതണം നിർബന്ധമില്ല, എങ്കിലും നിങ്ങൾക്കത് എഴുതിയാൽ നന്നായിരുന്നു. റീജിയണലിസം, കമ്മ്യൂണലിസം ആൻഡ് കാസ്റ്റ് സിസ്റ്റം ആർ ദ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. ഇനി നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി, എന്താണ് കമ്മ്യൂണലിസം എന്നൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുക്കാം. ഇറ്റ് ഈസ് ഓൺലി നാച്ചുറൽ ദാറ്റ് much passion is aroused when there is a threat, insult or injustice to our community. അത് എങ്ങനെയാണ് പ്രശ്നമാകുന്നതാണ് എന്ന് പറയുകയാണ്. സ്വന്തം സമുദായത്തിന് നേരെ ഒരു അന്യായം ഒക്കെ നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരെ ഒത്തുകൂടുന്നു. അതുപോലെ തന്നെ അസമത്വങ്ങൾ, ഇൻജസ്റ്റിസ്, ഇതൊക്കെ കാണുമ്പോൾ കമ്മ്യൂണിറ്റി അതൊരു ഓപ്പോസിറ്റ് കമ്മ്യൂണിറ്റിയോട് അതൊരു പ്രൊവോക്ക്, അവരോട് ഒരു അനിഷ്ടം തോന്നുന്നു. ഈ സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ ഭാരതത്തിലൊക്കെ കാണാൻ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ സിറ്റുവേഷൻ ഈസ് മെയ്ഡ് വേഴ്സ് വെൻ സ്കേഴ്സ് ഓഫ് റിസോഴ്സസ്. എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് എന്തെങ്കിലും പങ്കിടേണ്ടി വരുമ്പോഴാണ്. പ്രത്യേകിച്ച് റിവർ വാട്ടേഴ്സ്, ജോബ്സ്, ഗവൺമെൻറ് ഫണ്ട്സ് ഇതൊക്കെ ഷെയർ ചെയ്യേണ്ടി വരുമ്പോഴാണ് കൂടുതൽ സംഘർഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്താണ് റീജിയണലിസം, എന്താണ് കമ്മ്യൂണലിസം, എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ. ഇനി അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് അത്രയും എഴുതിയാൽ മതി. അടുത്തത് ഡിഫൈൻ ഫോളോയിങ് ടേംസ്. എന്തൊക്കെയാണ് ഫോളോയിങ്
ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ആധുനികവൽക്കരണം ആദ്യത്തത്. അപ്പോൾ ഇത് 2 പാർട്ടുള്ള ചോദ്യമാണ് 21ാമത്തെ ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ പോരാ, അതിൽ എ പാർട്ടും ബി പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അത് എയും ബിയും എന്ന് സ്പെസിഫൈ ചെയ്യുകയും വേണം. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം. അപ്പോൾ അത് കൊടുക്കാം. മൊത്തത്തിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അധികം ഒന്നും എഴുതണ്ട. 3 മാർക്ക്, ടോട്ടൽ 3 മാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഓർ അഡോപ്റ്റിംഗ് ദ മോഡേൺ സ്റ്റൈൽ അല്ലെങ്കിൽ മോഡേൺ വേയ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് തിങ്കിങ്, ലിവിങ്, ഇതൊക്കെയാണ് എക്സ്ട്രേസ് മോഡേണൈസേഷൻ. ഇപ്പോൾ മോഡേണൈസേഷൻ സോഷ്യോളജിയിൽ നമ്മൾ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റി, അതായത് ഒരു പരമ്പരാഗത ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, ഒരു സെക്യുലർ അർബൻ ഇൻഡസ്ട്രിയൽ സമൂഹത്തിലേക്കുള്ള മാറ്റമാണ് മോഡേണൈസേഷൻ. ഇനി വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാശ്ചാത്യവൽക്കരണം. അത് നമ്മളെടുത്ത് പറയേണ്ടി വരും. MN ശ്രീനിവാസനാണ് ഇത് ഡിഫൈൻ ചെയ്തതെന്നും അദ്ദേഹം എന്താണ് അത് ബ്രിട്ടീഷ് റൂളിൻ്റെ ഇമ്പാക്റ്റ് ആയിരുന്നു എന്നും പറയേണ്ടി വരും. അതെന്താണ്? ദ ഏരിയാസ് ഓഫ് ചേഞ്ച് ഇൻക്ലൂഡ് ടെക്നോളജി, ഡ്രസ്, ഫുഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഹാബിറ്റ്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ എക്സെട്ര. ഇതൊക്കെ ഒന്നെടുത്ത് പറയേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്നില്ല. ഇപ്പോൾ വെസ്റ്റേണൈസേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേണൈസേഷൻ എന്താണെന്ന് എഴുതാം. 3 ലെവൽസ് ഓഫ് വെസ്റ്റേണൈസേഷൻ എഴുതാം. ഇവിടെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ പോയിൻറ്റ്സ് എന്ത് വേണമെങ്കിലും വെസ്റ്റേണൈസേഷനിൽ നിന്ന് കൊടുക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് എഴുതിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ 3-fold ഇമ്പാക്റ്റ് വെസ്റ്റേണൈസേഷനിൽ വരുത്തി എന്നുള്ള ഒരു പോയിൻ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിലാണ് എന്നുള്ളതും, അതുപോലെ ഇത് നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് എനി 3 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പഞ്ചായത്ത് എന്ന് എഴുതാം ഇൻട്രൊഡക്ഷനായിട്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3 പോയിൻറ്റ്സ് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്ത് ഷുഡ് ബി ഗിവൺ പവേഴ്സ് ആൻഡ് അതോറിറ്റി ടു ഫങ്ഷൻ ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് എന്നാണ്. അതായത് സ്വയംഭരണ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കാൻ ഭരണഘടന 73ാം ഭരണഘടന പഞ്ചായത്തുകൾക്ക് സ്വയം ഭരണ സ്ഥാപനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പഞ്ചായത്ത് രാജ് എന്ന് വേണമെങ്കിൽ പറയാം. അതേത് 73rd അമെൻമെൻ്റ് ആണ്, അത് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് 3 അങ്ങോട്ട് കൊടുക്കുക. ഒന്ന്, ടു പ്രിപ്പയർ പ്ലാൻസ് ആൻഡ് സ്കീം ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനത്തിനായി പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. മറ്റൊരു ഉത്തരവാദിത്തം, ടു പ്രൊമോട്ട് സ്കീംസ് ദാറ്റ് വിൽ എൻഹാൻസ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി വർദ്ധിപ്പിക്കുന്ന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ ടു ലെവി ആൻഡ് കളക്ട് അപ്രോപ്രിയേറ്റ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ്, ഇത് കളക്ട് ചെയ്യുക. അപ്പോൾ ഇത് 3 പറഞ്ഞാലും ഓക്കെ. ഇനിയും വേണമെങ്കിൽ ഒന്ന് കൺക്ലൂഷനായിട്ട് എന്തെങ്കിലും കൊടുക്കാം. ഹെൽപ്പ് ഇൻ ഡിവല്യൂഷൻ ഓഫ് ഗവൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി എസ്പെഷ്യലി ദാറ്റ് ഓഫ് ഫൈനാൻസ് ടു ലോക്കൽ അതോറിറ്റി. അപ്പോൾ ഇതൊക്കെ ആണ് 3 റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലേബർ ഫോഴ്സ്? അപ്പോൾ ഇത് നമുക്ക് ഫുഡ് ലോട്ട്സ് ലേബറേഴ്സ് അല്ലെങ്കിൽ മൈഗ്രൻ്റ് അഗ്രികൾച്ചറേഴ്സ്, അതൊക്കെ ആ പോയിൻ്റൊക്കെ തന്നെയാണിത്. അപ്പോൾ ഇത് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഹാസ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ദ മൈഗ്രൻ്റ് അഗ്രികൾച്ചറൽ ലേബർ. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രീൻ റവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. തൊഴിൽ തേടി ഓരോ സ്ഥലങ്ങളിലേക്കും പുരുഷന്മാർ കുടിയേറിയതിനെ കുറിച്ച്. അപ്പോൾ കാർഷിക വാണിജ്യവൽക്കരണം കുടിയേറ്റ കർഷക തൊഴിലാളിയുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ സീസണൽ ഡിമാൻഡ് ഫോർ ദീസ് ലേബേഴ്സ് ഇൻക്രീസ്ഡ് ഇൻ ഗ്രീൻ റവല്യൂഷൻ റീജിയൻ ലൈക്ക് പഞ്ചാബിലേക്കാണ് ആളുകൾ കൂടുതൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പോയിന്റ് വേണമെന്നില്ല. ലേബറേഴ്സ് മൈഗ്രേറ്റ് ഓൾസോ ഡ്യൂ ടു ഇൻക്രീസിങ് ഇൻഇക്വാളിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മെൻ മൈഗ്രേറ്റ് ഔട്ട് പീരിയോഡിക്കലി ഇൻ സെർച്ച് ഓഫ് വർക്ക്, അത് പറയണം.
and better wages, and while women and children are often left behind in their villages. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വിമൻ ആർ ഓൾസോ എമേർജ്ഡ് ആസ് ദ മെയിൻ സോഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ ലേബർ. അപ്പോൾ അവരുടെ തോട്ടങ്ങൾ, ചെറിയ ഒരു കൃഷി ഭൂമിയുണ്ടെങ്കിൽ അത് നോക്കേണ്ട ചുമതല സ്ത്രീകൾക്ക് വന്നു. ലീഡിങ് ടു ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലേബർ ഫോഴ്സ്. അപ്പോൾ അത് സ്ത്രീകളാണത് കൈകാര്യം ചെയ്യും. അപ്പോൾ ഇത്രയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതനുസരിച്ച് ചുരുക്കി എഴുതിയാൽ മതി. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് കുറച്ചും കൂടി നിങ്ങൾക്കറിയാം, ഏകദേശം കുറച്ചധികം പോയിൻറ്റ്സ് നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഗീവ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രയർ നോളജ് എബൌട്ട് സൊസൈറ്റി ഇൻ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ മുന്നറിവുകൾ, അതിൻ്റെ മേന്മകളും കോട്ടവും. അപ്പോൾ അതെന്താണ്? സോഷ്യോളജി സ്റ്റഡീസ് അബൌട്ട് സൊസൈറ്റി. സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് സമൂഹത്തെക്കുറിച്ചാണ്. ഫോർ സ്റ്റുഡൻസ് ഓഫ് സോഷ്യോളജി, ഏർലിയർ നോളജ് അബൌട്ട് സൊസൈറ്റി ക്യാൻ ബി ആൻ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികൾക്ക് സമൂഹത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു മുന്നറിവുണ്ടായിരിക്കും. കാരണം നാം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തെ കണ്ടറിയുന്നു, കേട്ടറിയുന്നു. മാതാപിതാക്കളിൽ നിന്നും അയൽപ്പക്കത്തിൽ നിന്നുമൊക്കെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നു. അപ്പോൾ അത് ആ മുന്നറിവ് ഒരേ സമയം നേട്ടമോ ദോഷമോ ആകാം. ഇപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് ആദ്യം പറയാൻ പോവുകയാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് സ്റ്റുഡൻറ്റ് വിൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് സോഷ്യോളജി. സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജിയെ ഭയപ്പെടുകയില്ല. ഒരു പുതിയ അറിയാൻ പാടില്ലാത്തൊരു ശാസ്ത്രമാണ് എന്ന് ഓർത്ത് അവർ ഭയപ്പെടില്ല. ദേ വിൽ നോട്ട് ഫീൽ ദാറ്റ് സോഷ്യോളജി ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് സ്റ്റഡി. വളരെ ഈസി ആയിരിക്കും, അവർക്ക് വളരെ ഫെമിലിയറായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സാമൂഹ്യശാസ്ത്രത്തിലെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് അവർക്ക് തോന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പ്രയർ ഇൻഫർമേഷൻ മൈറ്റ് പ്രൂവ് എ പ്രോബ്ലം തന്നെയാണ്. കാരണം എന്താണ്? ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ്. ടു സ്റ്റഡി സോഷ്യോളജി വി മസ്റ്റ് കറക്റ്റ് അവർ ഏർലിയർ നോളജ് അബൌട്ട് ഇറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുണ്ടാകും. പല കാര്യങ്ങളും കോമൺ സെൻസ് നോളജ് ആയിരിക്കും. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അവരുടെ കോമൺ സെൻസിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് തികച്ചും വസ്തുതാപരമായിരിക്കണം എന്നില്ല. ശാസ്ത്രീയമായ അറിവായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് തിരുത്തി പഠിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം തിരുത്തി പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് വരും. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് എന്ന് പറയണം. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യൽ ആൻഡ് എബൌട്ട് സോഷ്യൽ ഇൻഇക്വാളിറ്റി. സാമൂഹ്യ അസമത്വം സാമൂഹ്യമാണ്, സോഷ്യൽ എക്സ്ക്ലൂഷനും സാമൂഹ്യമാണെന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ളതാണ്, വ്യക്തികളെക്കുറിച്ച് ഉള്ളതല്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ ആർ ദ ഫാക്ട് ഓഫ് ലൈഫ്. അതായത് ജീവിതത്തിലെ വസ്തുതകളാണ്. ഏതെങ്കിലും തരത്തിലൊരു ഇൻഇക്വാളിറ്റി അനുഭവിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. അതുപോലെ പല കാര്യങ്ങളിലും നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യും, നമ്മളെ മാറ്റി നിർത്തും. ഇതിന് കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കുക. അപ്പോൾ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള വ്യക്തി വരുമ്പോൾ നമ്മൾ പുറകിലേക്ക് തള്ളപ്പെടും. അപ്പോൾ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ വസ്തുതകൾ തന്നെയാണ്. ദ എവരിഡേനെസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫൺ മേക്ക് ദം അപ്പിയർ ഇന്നെവിറ്റബിൾ. പലപ്പോഴും നമുക്കത് നാച്ചുറലാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം നമുക്ക് കഴിവുള്ളവൻ മുന്നോട്ട് വരും, കഴിവില്ലാത്തവൻ പിന്തള്ളപ്പെടും. അതുപോലെ ശക്തനായ ഒരുത്തൻ മുന്നോട്ട് വരും, ശക്തി കുറഞ്ഞവൻ പുറന്തള്ളപ്പെടും. വി ഓഫൺ തിങ്ക് ഓഫ് ദം ആസ് ബീയിങ് ഡിസേർവ്ഡ്. അപ്പം നമ്മളത് അയാൾക്ക് ഡിസേർവ്ഡ് ആണത്, അല്ലെങ്കിൽ നമ്മളെ ന്യായീകരിക്കുന്നു, ജസ്റ്റിഫൈഡ് ഇൻ സം സെൻസ്. അതുകൊണ്ട് തന്നെ ഇത് സോഷ്യലാണ്. ഇന്നും നമുക്ക് സമൂഹത്തിൽ അത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. ലൈഫ് ചാൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് ഈക്വലി അവൈലബിൾ ടു എവരി വൺ. നമുക്കറിയാം, നമുക്ക് ചില ഉയർന്ന റിച്ച് പീപ്പിളിനെ പോലെ പല കാര്യങ്ങളും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. ദേ ആർ ലെസ് ഫോർ സപ്രസ്ഡ് കാസ്റ്റ്. അത് കുറവായിരിക്കാം. അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങൾക്ക് അവ കുറവാണ്.
അതുപോലെ പാറ്റേൺസ് ഓഫ് അൺഈക്വൽ ആക്സസ് ഓഫ് സോഷ്യൽ റിസോഴ്സസ്. അപ്പം നമുക്കിവിടെ അസമമായ സാമൂഹ്യ വിഭവങ്ങൾ അസമമായി വിതരണം ചെയ്യുകയാണ്. അത് സമൂഹത്തിൻ്റെ ഒരു രീതി തന്നെയാണ്. അത് സാമൂഹ്യ അസമത്വം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ സം സോഷ്യൽ ഇൻഇക്വാളിറ്റി റിഫ്ലെക്ട്സ് ഇന്നേറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. അതായത് ഒരു വ്യക്തിയുടെ എബിലിറ്റിയും എഫേർട്ടും അതൊക്കെ വ്യത്യസ്തമാണ്. അതനുസരിച്ചാണ് അവർക്ക് ഓരോ സ്ഥാനങ്ങളും ഒക്കെ ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് സോഷ്യലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യലാണ് എന്ന് പറയാൻ കാരണം എന്താണ്? സാമൂഹ്യ അസമത്വം അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ അത് സോഷ്യലാണ്. കാരണം ദേ ആർ നോട്ട് എബൌട്ട് ഇൻഡിവിജ്വൽസ് ബട്ട് എബൌട്ട് ഗ്രൂപ്പ്. പലപ്പോഴും ഒരു വിഭാഗത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടത് സോഷ്യലാണ്. രണ്ടാമത്തെ പോയിന്റ്, ദേ ആർ സോഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ നോട്ട് എക്കണോമിക്. പലപ്പോഴും രണ്ടും എക്കണോമിക്കും സോഷ്യലും കണക്റ്റഡ് ആണെങ്കിൽ പോലും കൂടുതലും അത് സാമൂഹ്യപരമായ ഒരു ചിന്തയാണ്. തേർഡ്, ദേ ആർ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ്. ഇപ്പോൾ ഇന്നീക്വാളിറ്റിയും അസമത്വം എന്ന് പറയുമ്പോൾ അത് വളരെ ചിട്ടയും ഘടനാപരവുമാണ്. അതുകൊണ്ട് ഇത് സോഷ്യലാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇന്ത്യൻ മീനിങ് ഓഫ് സെക്യുലറിസം? മതേതരത്വം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ സെക്യുലറിസം ഇൻ ഇന്ത്യ മീൻസ് എ സ്റ്റേറ്റ് ദാറ്റ് സപ്പോർട്ട് or participate in neutral manner in the affairs of all religious group. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് മമത കാണിക്കാത്തവർ എന്നാണ് മതേതര രാഷ്ട്രം എന്നതുകൊണ്ട് ഇന്ത്യൻ മതേതരത്വ സങ്കല്പം അർത്ഥമാക്കുന്നത്. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യ ആദരവ് നൽകണം എന്നുള്ളതാണ് ഇന്ത്യൻ മതേതരത്വം. ഇനി ദീസ് വ്യൂസ് ആർ ഓഫൺ ഫൗണ്ട് ടു കം ഇൻ ടു കോൺഫ്ലിക്റ്റ്. പലപ്പോഴും ഇത് ഇന്ത്യയിൽ അത് പ്രശ്നമാണ്. കാരണം ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റേൺ സെക്യുലറിസം മീൻസ് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. അതായത് മതവും രാഷ്ട്രവും രണ്ടും രണ്ടാണ്, രണ്ടും കൂടി മിക്സ് ചെയ്യുന്നില്ല. ഇനി ഇന്ത്യയിൽ ദ വേർഡ് സെക്യുലറിസം സ്റ്റാൻഡ് ഫോർ നോട്ട് ഫേവറിങ് എനി പെർട്ടിക്കുലർ റിലീജിയൻ ഓവർ അതേഴ്സ്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തോട് മമത കാണിക്കാത്തവർ എന്നാണ് ഇന്ത്യയിൽ അർത്ഥം. അത് വർഗീയതയുടെ നേർവിപരീതമാണ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് കമ്മ്യൂണൽ. അതുകൊണ്ട് തന്നെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ റാദർ ദൻ സെപ്പറേഷൻ ആൻഡ് ഡിസ്റ്റൻസിങ്. അതുപോലെ തുല്യ ആദരവ് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പലപ്പോഴും അത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ അത് പലപ്പോഴും ചലഞ്ചിങ് ആണ്. അപ്പോൾ ആ കുറച്ച് പോയിൻറ്റ്സും കൂടി നിങ്ങൾ കൊടുത്തേക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതനുസരിച്ച് എഴുതണം. ഇഫ് ദ ഗവൺമെൻറ് സപ്പോർട്ട് വൺ സെൻസ് ഓഫ് സെക്യുലറിസം, ഇപ്പോൾ ഈ പറയുന്ന പോലെ തുല്യ ആദരവ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മൈനോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നവും കൂടിയുണ്ട് ഇന്ത്യയിൽ. ആൻഡ് ദ സപ്പോർട്ടേഴ്സ് ഓഫ് അതർ ഗ്രൂപ്പ് ആർ അപ്സെറ്റ്. ഇപ്പോൾ ഏതെങ്കിലും സെക്യുലറിസത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗ്രാൻഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ മറ്റു വിഭാഗക്കാർ അപ്സെറ്റ് ആവും. വൈ ഷുഡ് ദ സെക്യുലർ കൺട്രി ഗീവ് സബ്സിഡീസ് ടു ഹജ്ജ് പിൽഗ്രിംസ്? എന്തിനാണ് അവർക്ക് ഹജ്ജ് തീർത്ഥാടകർക്ക് ധനസഹായം നൽകുന്നത്? അതുപോലെ തിരുപ്പതി ടെമ്പിൾ കോംപ്ലക്സിൽ നടത്തിപ്പ് ഗവൺമെൻറ് എന്തിനാണ് നോക്കുന്നത്? അതുപോലെ ഹിമാലയത്തിലെ പുണ്യ കേന്ദ്രത്തിലുള്ള തീർത്ഥാടകരെ എന്തിനാണ് സഹായിക്കുന്നത്? എന്തുകൊണ്ടാണ് റിലീജിയസ് ഹോളിഡേയ്സൊക്കെ നിർത്തലാക്കാത്തത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്. മൈനോറിറ്റി പ്രോബ്ലത്തിലാണ്, മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആ പ്രശ്നം വരുന്നത്. ഇലക്ഷന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 4 മാർക്കാണ് എന്ന് മനസ്സിലാക്കി. ഇത് ഫുള്ളും കൊടുക്കണമെന്നില്ല, അത് നിങ്ങൾ എഴുതുക. അപ്പം ഇനി ഇപ്പം ഇത്രയും കുറേ കാര്യങ്ങളുണ്ട്, ഇതിൽ എല്ലാം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും അത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ അതോർത്ത് കൊടുത്തില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങളൊന്ന് സെക്യുലറിസം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്താണെന്ന് വ്യക്തമായി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം ഇനി ഇപ്പം ഇത് ഇത്തിരി കൂടുതൽ ഞാൻ ഇതിലിട്ട് പോയി, അതുകൊണ്ടാണ് ഞാനത് ഓരോന്നോരോന്നും പറയുന്നില്ല. ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് ഒരു പ്രത്യേക വിഭാഗത്തിന് റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ന്യൂനപക്ഷത്തിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ക്രിറ്റിക്സ്
അത് ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് 4 മാർക്കിന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത്തിരി ലെങ്തിയാണ്, ഇത്ര ഒന്നും എഴുതണ്ട. അപ്പോൾ ഇതൊക്കെ ചലഞ്ചിങ് ഇഷ്യൂസ് ആണെന്നൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ.